എൻഡിഎയുടെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി CP രാധാകൃഷ്ണൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് എന്നിവർക്കൊപ്പം എത്തിയാണ് പത്രിക സമർപ്പിച്ചത്. ഇന്ത്യ സഖ്യം സ്ഥാനാർത്ഥി B. സുദർശൻ റെഡ്ഡി നാളെ പത്രിക സമർപ്പിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, മറ്റ് കേന്ദ്രമന്ത്രിമാർ എന്നിവരുടെ സാന്നിധ്യത്തിലാണ് CP രാധാകൃഷ്ണൻ ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. പാർലമെന്റിലെ പ്രേരണസ്ഥലിലെത്തി പ്രാർത്ഥിച്ച ശേഷമായിരുന്നു രാധാകൃഷ്ണൻ പത്രിക സമർപ്പിക്കാനെത്തിയത്. ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ റിട്ടേണിംഗ് ഓഫീസറായ രാജ്യസഭാ സെക്രട്ടറി ജനറൽ PC മോദിക്ക് 4 സെറ്റ് പത്രികകളാണ് സമർപ്പിച്ചത്. ഇന്ത്യ സഖ്യം സ്ഥാനാർത്ഥി B. സുദർശൻ റെഡ്ഡി നാളെ നേതാക്കൾക്കൊപ്പം പത്രിക സമർപ്പിക്കും. ഇന്നലെയാണ് പ്രതിപക്ഷം സുപ്രീംകോടതി മുൻ ജഡ്ജി സുദർശൻ റെഡ്ഡിയെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത്. സെപ്റ്റംബർ 9 ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ്. നിലവിലെ അംഗബലമനുസരിച്ച് പാർലമെന്റിൽ NDAക്ക് മേൽക്കൈയുണ്ട്. 782 പേരുള്ള ഇലക്ട്രൽ കോളേജിൽ ജയിക്കാൻ 392 പേരുടെ പിന്തുണ വേണം. ലോക്സഭയിൽ NDAക്ക് 293 പേരും രാജ്യസഭയിൽ 133 MP-മാരുമുണ്ട്. തെലങ്കാനയിലെയും ആന്ധ്രാപ്രദേശിലെയും പാർട്ടികളുടെ പിന്തുണ കൂടി ലക്ഷ്യമിട്ടാണ് ഇന്ത്യ സഖ്യം സുദർശൻ റെഡ്ഡിയെ സ്ഥാനാർത്ഥിയാക്കിയത്. എന്നാൽ ആശയക്കുഴപ്പമില്ലെന്ന് NDA ഘടകകക്ഷിയായ തെലുങ്കുദേശം പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയും ആന്ധ്രാമന്ത്രിയുമായ നര ലോകേഷ് വ്യക്തമാക്കിയിട്ടുണ്ട്. 11 MP-മാരുള്ള YSR കോൺഗ്രസ് NDAക്ക് നേരത്തെ പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു. ലോക്സഭയിൽ MP-മാരില്ലെങ്കിലും 4 രാജ്യസഭാ MP-മാരുള്ള ഭാരത് രാഷ്ട്ര സമിതി ഇതുവരെ നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. നാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.